ഹായ്, SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ സ്ത്രീകളുടെ സൈക്കോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പുരുഷന്മാരുടെ സൈക്കോളജിയാണ്. സ്ത്രീകളുടെ മാത്രം പറഞ്ഞപ്പോഴല്ലോ പുരുഷന്മാരുടെ സൈക്കോളജി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. സോ അവരുടെ കുറച്ച് സൈക്കോളജി എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പലർക്കും ഇപ്പോഴും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഒന്നാമത്തെ ഒരു സൈക്കോളജിക്കൽ ഫാക്ട് എന്ന് പറയുമ്പോൾ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു റെസ്പെക്റ്റ് ആണ്. അതായത് ലവ് എന്നതിനേക്കാൾ ഉപരി റെസ്പെക്റ്റ് ആണ് അവർ കൂടുതലായിട്ട് വേണമെന്ന് വിചാരിക്കുന്നത്. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്കറിയാലോ, അവർക്ക് കൂടുതലായിട്ട് വേണ്ടത് കെയറും സ്നേഹവും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ റെസ്പെക്റ്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റെസ്പെക്റ്റ് വേണം, വേണ്ടെന്നല്ല, പക്ഷെ കൂടുതലായിട്ടും ഈ ഒരു കെയർ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലുതായിട്ട് തോന്നാറുള്ളത്. പക്ഷേ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയൊന്നല്ല. അവരെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കഴിച്ചോ, കിടന്നോ, അല്ലെങ്കിൽ സുഖമാണോ, എന്തെങ്കിലും ക്ഷീണുണ്ടോ, അങ്ങനെയൊന്നും ഒരുപാട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇതൊക്കെ ഒരുപാട് ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യും, അയ്യോ ഇതെന്താ ഇത്, എന്ത് ചെയ്ത് കഴിയുമ്പോഴും ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആണല്ലോ, ഓക്കെ ആണോ, അതാണോ, ഇതാണോ. അത് അവരെ വല്ലാതെ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. കുറച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവർ ഓക്കെ ആയിരിക്കും, അതൊക്കെ എൻജോയ് ചെയ്യും. പക്ഷെ എപ്പോഴൊന്നും ചോദിക്കുന്ന അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരുപാട് കെയർ കൊടുക്കാതിരിക്കുക. പകരം നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനെ മനസ്സിലാക്കുകയും റെസ്പെക്ട് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കണക്ഷൻ കുറച്ചുകൂടി ഒന്ന് കൂടുതൽ അവയർ ചെയ്യുക. അതായത് ഇമോഷണൽ കണക്ഷൻ കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലവ് എന്നതിനേക്കാൾ ഉപരി അവർ ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുരുഷന്മാർ പൊതുവെ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സും ഇമോഷൻസ് ഒന്നും പുറത്ത് ആരോടും പറയാറില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അവർ പറയുന്നുണ്ടെങ്കിൽ, ഒന്ന് നോട്ട് ചെയ്യുക, അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല, മറിച്ച് ഒരു സൊല്യൂഷൻ നിങ്ങളിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു ചിന്ത കൊണ്ട് കൂടിയായിരിക്കും. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. കാരണം സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നൊരാളോട് പറയുന്നത് അവർക്കൊരു റിലീഫിന് വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന് മൈൻഡ് ഓക്കെ ആവണം, സമാധാനമാവണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവരെങ്ങനെ തുറന്ന് സംസാരിക്കുന്നുണ്ടാവുക, ഉള്ളിലുള്ള കാര്യങ്ങൾ വിഷമാണെങ്കിലും ഒക്കെ. എന്നാൽ പുരുഷന്മാർ അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളോട് അവരുടെ ഫീലിങ്സ് എന്തെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യമായിരിക്കാം, അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിഷമമായിരിക്കാം, അത് നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് അവർക്ക് ഒരു മാനസികപരമായി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നേരെ മറിച്ച് ഒരു സൊല്യൂഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പുരുഷന്മാർ എപ്പോഴും സൊല്യൂഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുക. ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നാണ് ചിന്തിക്കുക. സ്ത്രീകൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അവരെപ്പോഴും ആ ഒരു പ്രശ്നത്തിൽ തന്നെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അതായത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, സൊല്യൂഷൻ ചിന്തിക്കുകയല്ല ചെയ്യുക. ബട്ട് പുരുഷന്മാർ അങ്ങനെയല്ല. ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനുള്ള സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിലേക്കാണ് അവരെപ്പോഴും ഇങ്ങനെ അവരുടെ മൈൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഇമോഷൻസ് അവരെപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. നിങ്ങളോട് തുറന്നു പറയണമെന്നില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് അറിയോ? ഈ ഒരു സൊസൈറ്റി പൊതുവെ പുരുഷന്മാരെ കുറിച്ച് പറയുന്നത് ഇവർ ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. അതായത് അവർക്ക് വിഷമമൊന്നും വരില്ല, കരയില്ല, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ സൊസൈറ്റിയിലുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. പുരുഷന്മാർ കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് എന്നുള്ള കുറേ ചിന്താഗതിയുള്ള ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും പുരുഷന്മാര് അവരുടെ ഉള്ളിലുള്ളത് തുറന്ന് പ്രകടിപ്പിക്കാറില്ല. നമുക്കറിയാം, കൂടുതലും ഹാർട്ട് അറ്റാക്ക് വരുന്നത് ആർക്കാണ്? പുരുഷന്മാർക്കാണ്. ബിക്കോസ് അവരവരുടെ വിഷമം എപ്പോഴും ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ. പുറത്ത് ആരോടും ഷെയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിങ്ങനെ ഉള്ളിൽ കിടന്ന് വിങ്ങിയിട്ടാണ്, അതായത് ആ രീതിയിൽ പുറത്തേക്ക് വരിക ചെയ്യുന്നത്. പക്ഷെ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവാണ്. കാരണം അവർക്ക് വിഷമം ഉണ്ടായാൽ കരഞ്ഞു തീർക്കും, പറഞ്ഞു തീർക്കും. അതുകൊണ്ട് അവർക്കതിൽ വലിയൊരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാർ പൊതുവെ അവരുടെ ഫീലിങ്സ് പുറത്ത് പറയാറില്ല. അവർക്ക് വിഷമം ഉണ്ടായാലും അത് പറയില്ല. ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള വിഷമം ചിലപ്പോൾ അവർ പറഞ്ഞൊന്നും വരില്ല. പക്ഷേ അവരുടെ ബിഹേവിയർ കണ്ടുകൊണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവരുടെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചെറിയ മാറ്റം കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. വേണമെങ്കിൽ അവരോട് ചോദിക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 2 പ്രാവശ്യം ചോദിച്ചിട്ടും അവരെ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിക്കാതിരിക്കുക. അവരെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് അവർക്കൊരു പ്രശ്നമില്ലാണ്ട് കുറച്ചു നേരം
ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. അതല്ലാണ്ട് പുറകെ നടന്നിട്ട് എന്താ പ്രശ്നം, പറ എന്നോട് പറ, ഇങ്ങനെ പറഞ്ഞ് നടക്കരുത്. അത് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. സോ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, അവരൊന്ന് വെറുതെ വിടുക. അപ്പോൾ ഇപ്പൊ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് പൊതുവെ പുരുഷന്മാർ പുറമെ പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ഒരു ലാംഗ്വേജ് ഓഫ് ലവ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഫെക്ഷൻ ആണ്. അതായത് ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ അവർ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് ഈ ഒരു അഫെക്ഷൻ മീൻസ് ഫിസിക്കലി ആണ്. അതായത് ജസ്റ്റ് ഒരു ടച്ച് ചെയ്തിട്ടായിരിക്കാം, ജസ്റ്റ് ഹഗ് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ ചാഞ്ഞ് നമ്മുടെ തോളിൽ കിടന്നിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ അവരവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കാറുണ്ട്. സ്ത്രീകൾ കൂടുതലും പ്രകടിപ്പിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെയർ ചെയ്തിട്ടൊക്കെയാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ മനസ്സിൽ ഒരു ഭയങ്കര ഇഷ്ടം വരുമ്പോൾ നമ്മളെ കൂടുതൽ കെയർ ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉള്ളത്. അവർ കെയർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, അവരെന്നല്ല, ഞങ്ങൾ സ്ത്രീകൾ കെയർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ആ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാനാണ് സ്ത്രീകൾക്ക് പൊതുവെ അറിയുള്ളൂ. അതുകൊണ്ട് കെയർ ചെയ്തിട്ടൊക്കെയാണ് പ്രകടിപ്പിക്കാറുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, പുരുഷന്മാര് നിങ്ങളോട് ചിലപ്പോൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവുക ഈ ഒരു ഫിസിക്കലി അവരുടെ അഫെക്ഷൻ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും. അതായത് ഈ പറഞ്ഞ പോലെ ടച്ച് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഹഗ് ആയിരിക്കാം, കിസ്സായിരിക്കാം, അങ്ങനെ ജസ്റ്റ് കൈയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ അവർ പ്രകടിപ്പിക്കുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ അവരുടെ സ്നേഹപ്രകടനമായിട്ട് കണക്കാക്കുക. ഇനി 5ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ പറയാറുണ്ട് സ്ത്രീകളാണ് കൂടുതൽ സെക്യൂർ ആവണമെന്ന് ആഗ്രഹിക്കാറുള്ളതെന്ന്. പക്ഷെ അങ്ങനെയല്ല, പുരുഷന്മാർക്കും ഈ ഒരു സെക്യൂരിറ്റി മീൻസ് സെക്യൂർ ആവണമെന്ന് വിചാരിക്കുന്നവരാണ്. ഇവർക്കും ഈ പറയുന്ന പോലെ ഒരു തീരെ കംഫർട്ടബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട്. തീരെ ഒരു സേഫ് അല്ലാത്ത പോലെ ഫീൽ ചെയ്യുക, ഇതൊക്കെ അവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് അവർ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അവരെ പ്രണയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ്, അതായത് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് നിങ്ങൾ മാറുക. നിങ്ങൾ എപ്പോഴും അവരോട് കുറച്ച് കാമായിട്ട് ബിഹേവ് ചെയ്യുക. കാരണം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പുരുഷന്മാർക്ക് വേണ്ടത് സമാധാനമാണ്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, അവരെ തീരെ ഒരു വാല്യൂ ഇല്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുക, അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സമാധാനം അവർക്ക് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അവരും സെക്യൂർ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സോ ഒരു സേഫ് പ്ലേസ് ആയിട്ട് നിങ്ങൾ മാറാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെയാണ് സാധാരണയുള്ള ഒരു കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട് എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് വേറെ കുറെ ഉണ്ട് കേട്ടോ. അതായത് അപ്രിസിയേഷനാണ് അവരെ കൂടുതലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു 4-5 കാര്യങ്ങളാണ് പറയുന്നുള്ളൂ. ഞാൻ മുന്നേ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതല്ലാത്ത വേറെ കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പുരുഷന്മാരുടെ സൈക്കോളജിക്കൽ ഫാക്ടും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുമ്പേ ചെയ്ത വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണാം. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സ്വയം ഒരു ലവ് മാഗ്നറ്റ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മളൊരു 21 ഡേയ്സിലുള്ള ഒരു വാട്സപ്പ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്